നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിശബ്ദവും തീവ്രവുമായ വേദന നിറഞ്ഞ ഒറ്റപ്പെട്ട ജീവിതം ഈ വ്യക്തിക്ക് മതിയായിരിക്കുന്നു. നിങ്ങളുടെ മൃദുലമായ ശബ്ദമെങ്കിലും കേൾക്കുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അതെ, നിങ്ങളുമായി വേർപിരിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ഓരോ വികാരങ്ങളും തിരിച്ചറിവുകളും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുമാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് വായിക്കാൻ പോകുന്നത്. അപ്പോൾ വായന മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും വളരെയധികം ബുദ്ധിപൂർവം ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും പരിപൂർണതയിലേക്ക് എത്തിച്ചേരാത്ത വിധത്തിലാണ് ഈ വ്യക്തിയുടെ ജീവിതം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ കാരണമായി തീർന്നിരിക്കുന്നത് മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ്. തടസ്സങ്ങളും, എങ്ങോട്ട് പോയാലും അവിടെ പ്രശ്നങ്ങൾ മാത്രം, രക്ഷപ്പെടാനായിട്ട് യാതൊരു തരത്തിലും സാധിക്കുന്നില്ല എന്നിങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയെ പരാജയത്തിലേക്കും പുറകിലേക്കും നയിച്ചിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും പ്രയത്നിച്ചിട്ടുണ്ട്. പക്ഷെ യാതൊരു തരത്തിലും അതിൽ നിന്നും രക്ഷ നേടുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ വ്യക്തിയുടെ യഥാർത്ഥ ഊർജത്തിലേക്ക് എത്തിച്ചേരുവാൻ പലതരത്തിലുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കാലചക്രം അനുകൂലമാവാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു ലൂപ്പ് പോലെ കണ്ടിന്യൂഷനായി റിപ്പീറ്റേഷനായി ആവർത്തിച്ച് അനുഭവിക്കേണ്ടതായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതേ അവസ്ഥയിലൂടെ തന്നെ ആയിരിക്കാം ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് പുതിയ പുതിയ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം കൊണ്ടുവരാനാണ് ആഗ്രഹം. പുതിയ കാര്യങ്ങൾ ചെയ്തു നോക്കാനും പഠിത്തത്തിന്റെ കാര്യമായാലും, അതായത് വിദ്യാഭ്യാസം, ജോലി, വരുമാനം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ പോലും അവിടെ പുതിയ മികവുകൾ കൊണ്ടുവരാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും അതിലൂടെ വിജയം കൈവരിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ബിസിനസ് ഒക്കെ ചെയ്യാൻ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയായി കാണപ്പെടുന്നു. എവിടെ പോയാലും അവിടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിട്ടും നമുക്ക് കാണാം. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നെഗറ്റീവ് സാഹചര്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അത് നമ്മൾ ഉൾപ്പെടെ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ വ്യക്തി എത്രമാത്രം എന്തൊക്കെ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നുവോ അത്തരം സാഹചര്യങ്ങളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും ഇവിടെ ജീവിതം സ്വന്തമായി തന്നെ പടുത്തു ഉയർത്താതെ നശിഞ്ഞു പോകാൻ താല്പര്യപ്പെടുന്നില്ല. സ്വന്തം പ്രയത്നത്തിലൂടെയും ചിന്താഗതികളിലൂടെയും ഏതെങ്കിലും ഒരു വഴിയിലൂടെ സഹായത്തിലൂടെയും മറ്റുള്ളവരുടെ കൈത്താങ്ങിലൂടെയും രക്ഷപ്പെടാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടും മോശപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കടന്നുപോയും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടും നിങ്ങളെ അകറ്റി നിർത്തുകയും വെറുപ്പിക്കുകയുമാണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ളത്. അതിനോടെല്ലാം ശക്തമായി തന്നെ പ്രതികരിക്കുവാനും ശത്രുക്കളോട് തിരിച്ചടി കൊടുക്കുവാനും തെറ്റിദ്ധാരണകളെ മാറ്റി നിർത്തി അതിനെ കൂടുതൽ മനസ്സിലാക്കാനുമൊക്കെ ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇത്തരം തിരിച്ചറിവുകൾ ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുള്ളത് വളരെയധികം നിങ്ങളുമായിട്ട് അകന്നതിൽ പിന്നെയാണ്. നിങ്ങളുമായി അകന്നു പോയപ്പോൾ തന്നെയാണ് ഈ വ്യക്തി ഒറ്റപ്പെടൽ എന്താണെന്നും അല്ലെങ്കിൽ ഒറ്റക്കുള്ള ജീവിതം, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനകളും പോരായ്മകളും എന്തൊക്കെയാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. അതിലൂടെ തന്നെ ഈ വ്യക്തി പല തിരിച്ചറിവുകളും തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. പാഠങ്ങളിലൂടെ പുറത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാഠം ഈ വ്യക്തിക്ക് ലഭിക്കേണ്ടതായി ഉണ്ടായിരുന്നു. കാരണം ഈ വ്യക്തിയുടെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു.
ഇത് പലപ്പോഴും നിങ്ങൾ ഒരു താക്കീത് പോലെ, ഒരു വാർണിംഗ് സിഗ്നൽ പോലെ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനോ ശ്രമിച്ചിട്ടില്ല. അതുമാത്രമല്ല, നിങ്ങളുടെ മൃദുലമായിട്ടുള്ള ഒരു ശബ്ദമെങ്കിലും കേൾക്കുവാൻ ഈ വ്യക്തി ഇപ്പോൾ കൊതിച്ചിരിക്കുകയാണ്. കാരണം ഒറ്റപ്പെട്ടുള്ള ജീവിതം ഇത്രയും വലിയ ശിക്ഷയായി തീരുമോ എന്നാണ് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തിയുടെ അനാവശ്യമായിട്ടുള്ള ദേഷ്യമോ പിടിവാശിയോ അല്ലെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ അധീനതയിലെത്തുക, അല്ലെങ്കിൽ നിയന്ത്രിക്കുക, നിങ്ങളെ അനാവശ്യമായി നിയന്ത്രിക്കുക, കുറ്റപ്പെടുത്തുക, കുറവുകൾ കണ്ടുപിടിക്കുക, മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുക, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള രൂപമാറ്റങ്ങളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ആരും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായി തന്നെ പ്രവർത്തിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായി കാണപ്പെടുന്നു. ഇവിടെ ഒരു മൂൺ എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പൗർണമി, അമാവാസി എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ വ്യക്തിയുടെ വികാരങ്ങളും വിഷമങ്ങളും ഒന്നും തന്നെ അടക്കിപ്പിടിക്കുവാൻ സാധിക്കുന്നില്ല. അതിൽ നിന്നും വളരെയധികം ദുഃഖവും കണ്ണുനീരും തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണുനീരെപ്പോഴും ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. തൻ്റെ തെറ്റുകൾ സ്വയം മനസ്സിലാക്കുകയും അതിനെ മറികടക്കുവാനും അവിടെ ശുദ്ധികലശം ചെയ്തുകൊണ്ട് നല്ല ഒരു കാലഘട്ടത്തിലേക്ക് പോകുവാനുമൊക്കെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ മനുഷ്യനിലും വരുന്ന വലിയൊരു പ്രത്യേകത തന്നെയാണ്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. അത് വളരെയധികം താഴ്മയോടുകൂടിയും ക്ഷമാപരമായിട്ടും തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തി നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തും മറ്റുള്ളവരുമായി നിങ്ങളെ കമ്പയർ ചെയ്തും അതുപോലെ നിങ്ങളെ തളർത്തുകയും അല്ലെങ്കിൽ നിങ്ങളിൽ തെറ്റുകൾ മാത്രം കണ്ടെത്തുകയും ഒക്കെ ചെയ്താണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് തീർത്തും മോശപ്പെട്ട ഒരു പ്രക്രിയ തന്നെയായിരുന്നു. അത് ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. നിങ്ങൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്നും നിങ്ങൾ എത്രമാത്രം ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്നും ഈ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ മനസ്സും ഹൃദയവും ചിന്തകളും സമർപ്പിക്കുന്നുണ്ട് എന്നും ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ ഇത്തരം തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഈ വ്യക്തി പുതിയൊരു മാറ്റത്തിന് തയ്യാറാവുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. അതുകൊണ്ട് മറ്റാരൊക്കെയും ഒരുപാട് വ്യക്തികൾ ഈ പേഴ്സന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നും ഒന്നും ഈ വ്യക്തി വേണ്ടത്ര പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ തീർത്തും അത്തരം പാഠങ്ങൾ പഠിക്കുവാൻ തന്നെയാണ് നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ വെളിച്ചവും നിങ്ങളുടെ സ്നേഹവും സാന്നിധ്യവും തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ട് ദൈവങ്ങളോടോ മറ്റു പ്രപഞ്ച ശക്തികളോടോ കരഞ്ഞ് സഹതപിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി. പക്ഷെ എങ്കിൽ പോലും തൻ്റെ സ്വന്തം കഴിവുകൾ ഈ വ്യക്തി മുറുകെ പിടിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ഏതൊക്കെയോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം തൻ്റെ വ്യക്തിത്വവും അതുപോലെ തന്നെ കഴിവും ഉയർത്തിയെടുക്കുവാനും ഈ വ്യക്തി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് തിരഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വശം ഈ വ്യക്തി എപ്പോഴും കഠിനാധ്വാനി തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ ഈ വ്യക്തി പുറകിലോട്ട് തന്നെയായിരുന്നു. അതാണ് ഒരു പാഠമായി ഈ വ്യക്തിക്ക് വില്ലനായി തീർന്നത്. ആ ഒരു വില്ലൻ പരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാനും നിങ്ങളിലൂടെ ചില പാഠങ്ങൾ പഠിക്കേണ്ടതുമായിട്ടുള്ള കർമ്മമായിരുന്നു നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ആത്മീയപരമായിട്ട് മാസ്കുലൈൻ എനർജി വളരെയധികം ഉയർന്ന തലത്തിലാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി സോഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളിലോ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലോ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ, ഉയർച്ചകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നട്ടലുയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ ഒരു മാപ്പപേക്ഷയും താൻ ചെയ്തു പോയ തെറ്റുകൾ മനസ്സിലായി എന്നും നിങ്ങൾക്ക് മുന്നിൽ മാപ്പ് പറയുവാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള പദ്ധതികളും തീരുമാനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർത്തും നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അത് തെറ്റ് തന്നെ ആയിരുന്നു എന്നുള്ള ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് പല സാഹചര്യങ്ങളിലൂടെ ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്.
അത് മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായ ദുരനുഭവങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വേദന എന്താണെന്നും മാനസിക വിഷമം എന്താണെന്നും ഇതെല്ലാം തന്നെ ഈ വ്യക്തി മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദേവതയോ തന്നെയാണ് നിങ്ങൾ എന്നാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ശബ്ദമെങ്കിലും നിങ്ങളായിട്ട് നേരിട്ടൊന്ന് സംസാരിക്കുവാനെങ്കിലും ഈ വ്യക്തി ഇപ്പോൾ താല്പര്യപ്പെടുന്നുണ്ട്. ഈ വ്യക്തിയെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലാണ് പ്രപഞ്ചശക്തി ഓരോ അടയാളങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മുഖം ഓർമ്മ വരുന്നതാകാം, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ വിളിക്കുന്നതായി ഈ വ്യക്തിക്ക് പൊതുവെ തോന്നിക്കുന്നതാകാം. പക്ഷെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ ഫോൺ കോൾ വരുന്നതായും മെസ്സേജ് വരുന്നതായൊക്കെ സ്വപ്നങ്ങളിൽ കാണുന്നു. അങ്ങനെ പലതരത്തിലും ഈ വ്യക്തിയെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുമൊക്കെയാണ് സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടയാളങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല അതിനെ മറികടക്കാൻ. കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ ഓരോ ദിവസവും പ്രതീക്ഷകൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തീവ്രത വളരെയധികം ഉയർന്ന തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വായന ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യം ഉള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.